ഹലോ കൂട്ടുകാരെ, ഈ പൂച്ചകളെ ഞാൻ വളർത്തുന്നതല്ല, എൻ്റെ വീട്ടിലുള്ളതല്ല. പിന്നെ വരുമ്പോഴൊക്കെ ഞാൻ ചോറ് കൊടുക്കും. പറയാൻ കാര്യം, ഈ പൂച്ചകൾ എന്നെ ഒരുപാട് കരയിച്ചിട്ടുണ്ട്. പിന്നെ രാത്രി ചോറ് നമ്മുടെ ഇക്രൂന് കൊടുക്കുമ്പോഴേക്കും അതിൻ്റെ ഈ കൂട്ടുകളൊക്കെ കൊടുക്കും. 3 അല്ല ഇനിയുമുണ്ട്. രാത്രി അത്താഴ ഭക്ഷണിക്കാർക്ക് ആഹാരം കൊടുക്കും പോലെ ഞാൻ ആഹാരം കൊടുക്കുന്നതായി ഈ പൂച്ചക്ക്. പക്ഷേ ഈ പൂച്ച ഇതാണ് അമ്മ പൂച്ച. ഇത് എൻ്റെ മൂത്ത കുഞ്ഞ്, ഇത് ഇളയ കുഞ്ഞ്. ഈ മൂത്ത കുഞ്ഞിൻ്റെ കൂടി 2 എണ്ണം കൂടി ഉണ്ടായിരുന്നു. കാണാൻ ഭംഗിയുണ്ട്, ഇങ്ങനെ എടുത്തിക്കാനേ പറ്റുള്ളൂ, പിടിക്കാൻ പറ്റില്ല. ഈ 2 കുഞ്ഞുങ്ങളോട് ഉണ്ടായിരുന്നത് ഞങ്ങളുടെ വീട്ടിൽ കൊച്ചിയിലെ ഈ തള്ളപ്പൂച്ച പ്രസവിച്ച് 3 കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ഞങ്ങളുടെ തൊഴുത്തിൽ വെച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും ഞാൻ ആഹാരം കൊടുത്ത് വലുതാകുമ്പോൾ എവിടെയെങ്കിലും ആർക്കും കൊടുക്കുകയോ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും ഈ പൂച്ച കുഞ്ഞുങ്ങളെ കൊണ്ടുവയ്ക്കുന്നത് ഞങ്ങളുടെ വീട്ടിലെ കുഞ്ഞുണ്ട്. കുഞ്ഞിൻ്റെ കഴുകി വെച്ചിരിക്കുന്ന ബക്കറ്റിനകത്ത് വെച്ചിരിക്കുന്ന തുണിയുടെ പുറത്ത് കൊച്ചുങ്ങൾ ഉറക്കമുള്ളായിരുന്നുള്ളൂ. ഇത് പെട്ടെന്ന് പറയാൻ പറ്റുന്നില്ല. അങ്ങനെ ആയിരുന്നപ്പോഴും ഭയങ്കര ശല്യമായി. കുഞ്ഞിൻ്റെ അടുത്തേ കിടക്കുകയുള്ളൂ. കുഞ്ഞിന് രോമം മുടിയൊക്കെ അതിൻ്റെ വായിക്കകത്ത് പോയി കുഞ്ഞിന് വയ്യാതാകത്തില്ലോ എന്ന് വിചാരിച്ച് ആളുകളോട് ഞാൻ ചോദിച്ച് 2 പേർക്ക് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഓട്ടോയിൽ ഞങ്ങൾ ഈ പൂച്ച കുഞ്ഞുങ്ങളെ കൊണ്ട് പോയ സമയത്ത് കൊണ്ടു കൊടുക്കാൻ പോയി. വൈകുന്നേരം ഒരു 8:30 മണി 9 മണിയായിട്ട് ചേട്ടൻ വണ്ടി ഒതുക്കിയിട്ട് വന്നിട്ടാണ് പോയത്. കൊണ്ടുകൊടുക്കാൻ പോയപ്പോൾ ഒരു വളം എത്തിയപ്പോഴേക്കും ഈ പൂച്ച കുഞ്ഞുങ്ങൾ എൻ്റെ കയ്യിലാണ് ഇരുന്നത്. എന്നെ മാന്തിയിട്ട് ചാടിക്കളഞ്ഞു. സഞ്ചിക്കകത്ത് നിന്ന് വെളിയിൽ ചാടിയപ്പോഴേക്കും നമുക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് വീട്ടിൽ കൊടുക്കാനും പറ്റിയില്ല. ഈ പൂച്ച കുഞ്ഞുങ്ങൾ ചാടുകയും ചെയ്തു. അങ്ങനെ പിടിക്കാൻ വേണ്ടി ചേട്ടൻ വണ്ടി ഒതുക്കിയിട്ടിട്ട് പിടിക്കാൻ വേണ്ടി പോയി പൂച്ച കുഞ്ഞുങ്ങളെ. അന്നേരപ്പോഴേക്കും 2-4 വലിയ പട്ടികൾ വന്ന് പൂച്ച കുഞ്ഞുങ്ങളെ ഉപദ്രവിച്ചു. പട്ടിയെ ഓട്ടിച്ചിട്ട് പൂച്ച കുഞ്ഞുങ്ങളെ എടുക്കാമെന്ന് വെച്ചപ്പോഴേക്കും പൂച്ച കുഞ്ഞ് പിന്നെ കാട്ടിനകത്ത് അങ്ങോട്ടൊക്കെ ഓടി അങ്ങ് പോയി. പിന്നെ രാത്രി ഇതിനെ പിടിക്കാൻ പറ്റില്ല. 2 എണ്ണം ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ വിട്ടിട്ട് പിന്നെ ഞങ്ങളിങ്ങ് വീട്ടിൽ വന്നു. കൊടുക്കാമെന്ന് പറഞ്ഞാൽ അതിന് കൊടുക്കാൻ പറ്റിയില്ല. അന്നേരം ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു തൊഴിലുറപ്പിന് പറഞ്ഞ ഒരു ചേച്ചിയുടെ വീടാണ് അവിടെ ഉള്ളത്. പിന്നെ ആ ഏരിയയിലുള്ള വീട്ടിലുള്ള ആളുകളെല്ലാം എന്നോട് വലിയ കാര്യമൊക്കെ വലിയ സ്നേഹമുള്ളവരായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴേക്കും പിറ്റേ ദിവസമായപ്പോൾ തൊഴിലുറപ്പ് സൈറ്റിൽ വന്ന് ഒരു ചേച്ചി പറഞ്ഞു, എടി മഞ്ജു, നീ എന്തിനാ എൻ്റെ വീട്ടിലോട്ട് പൂച്ചനെ കൊണ്ട് വിട്ടിട്ട് പോയത്? അവർക്ക് കോഴിയൊക്കെ ഉള്ളതാണ്, ഭയങ്കര ശല്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചേച്ചി എങ്ങനെയെങ്കിലും പിടിച്ചതാ, ഞങ്ങൾ ഇങ്ങ് കൊണ്ടുവരാം. ആഹാരം കൊടുക്കണമെന്നതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത് കുഞ്ഞിന് തുണിയിലൊക്കെ വന്ന് കിടക്കുകയും പിന്നെ മോഷണമൊന്നുമില്ല. വീട്ടിൽ കൊച്ചു പിള്ളേരുള്ള വീട്ടിൽ ബുദ്ധിമുട്ടായി ഇതുങ്ങളെ വളർത്താനെ കൊണ്ട്. അതല്ലാതെ പാങ്കറിന് ആഹാരം എല്ലാം കൊടുക്കും. അങ്ങനെ കൊണ്ടുവിട്ടപ്പോഴേക്കും ആ ചേച്ചി എന്നും വഴക്കായിരുന്നു എന്നോട്. ഇത് കഴിഞ്ഞിട്ടൊരു പ്രോജക്റ്റ് മീറ്റിംഗ് കൂട്ടി 200 ആൾ ഇരുന്നൊരു സദസ്സിൽ വെച്ച് വേറൊരു ചേച്ചി എന്നോട് പറഞ്ഞു, മഞ്ജു, നീ എന്തിനു മഞ്ജു ഈ ദ്രോഹം എന്നോട് ചെയ്തേ? ആ പൂച്ചകൾ അവരെ വീട്ടിൽ ഭയങ്കര ശല്യമാണെന്ന്. സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ വിഷമം വന്നു. ഞാൻ പാവം കയറുന്ന ഈ പൂച്ച കുഞ്ഞുങ്ങളെയൊക്കെ നോക്കുന്നത്. എന്നിട്ട് അവർക്ക് ഉപദ്രവമാണ് അവർക്ക്. എനിക്കറിയാതെ നമ്മുടെ വീട്ടിലുണ്ടായ പോലത്തെ ഉപദ്രവം അവിടെ ചെയ്ത് കാണുള്ളൂ. അങ്ങനെ എനിക്ക് എല്ലാ ദിവസവും വിഷമം ഈ പൂച്ചയുടെ കാര്യങ്ങൾ ഓർക്കുമ്പോൾ. അവർ 10-200 പേരിരുന്ന ഒരു സദസ്സിൽ വെച്ചാണ് കുറച്ച് കേട്ടപ്പോഴേക്കും എനിക്ക് നാണക്കേട് കൊണ്ടോ സങ്കടം കൊണ്ടോ എനിക്ക് ഭയങ്കര കരച്ചിൽ വന്നു. ഞാൻ കരയുകയും ചെയ്തു. ഒറ്റയ്ക്ക് നിൽക്കാതെ ഞാൻ ഇറങ്ങി വരികയും ചെയ്തു. അങ്ങനെയുള്ള പൂച്ച കുഞ്ഞുങ്ങളായി പൂച്ചയുടെ കഥ. എന്നാലും ഞാൻ ഇപ്പോഴും ആഹാരവും കൊടുക്കും, അടിക്കുകയോ ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്യില്ല. കണ്ടോ, കുറേ നടക്കുക. ഇത് കാണാൻ ഭംഗിയുണ്ട്. ഇതിൻ്റെ കൂടെയുള്ള കുഞ്ഞുങ്ങളെ കൊണ്ട് അവിടെ വിട്ടത് കണ്ടോ. പേടിയൊന്നുമില്ല, എൻ്റെ അടുത്തൊന്നും നിൽക്കുന്നുണ്ട്. നമ്മൾ ഇക്രൂവിനെ അഴിച്ചു വിടുവാണെങ്കിൽ ഇവിടെ അങ്ങ് നിൽക്കില്ല. ഇക്രൂ ചാടിച്ചു വിടും. ഇതിന് ഇഷ്ടമല്ല ഈ പൂച്ചകളെ. പക്ഷേ ആഹാരമൊക്കെ കൊടുക്കണതൊക്കെ ഇക്രൂവിന് വിഷമമൊന്നുമില്ല. അങ്ങനെയാണ് പൂച്ചയുടെ ഒരു കഥ. നമ്മൾ നല്ലത് വെച്ച് നിങ്ങൾക്ക് ഫുഡൊക്കെ കൊടുത്തപ്പോഴേക്കും എനിക്ക് വന്ന തിരിച്ചടി എന്താണെന്ന് കണ്ടോ. ഓക്കെ, സീ യു. എല്ലാവരും കേൾക്കണേ.